DRW വെസ്റ്റീജ് KLലേക്ക് സ്വാഗതം. ഞങ്ങൾ നിങ്ങളെ വെസ്റ്റീജ് കമ്പനിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളോടൊപ്പം ചേരൂ, ജീവിതം സുരക്ഷിതമാക്കൂ. നിങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മറുപടി ലഭിക്കുന്നതായിരിക്കും. DRW വെസ്റ്റീജ് KL വാട്സ്ആപ്പ് ചാനലിൽ അംഗങ്ങളാകൂ. വെസ്റ്റീജ് കമ്പനിയിൽ ഉറക്കമില്ലായ്മ പരിഹരിക്കാൻ പ്രധാനമായും ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നം വെസ്റ്റീജ് മെലറ്റോണിൻ ഓറൽ സ്പ്രേ ആണ്. 1. വെസ്റ്റീജ് മെലറ്റോണിൻ ഓറൽ സ്പ്രേ. വെസ്റ്റീജ് മെലറ്റോണിൻ ഓറൽ സ്പ്രേ നമ്മുടെ ശരീരം സ്വാഭാവികമായി ഉൽപ്പാദിപ്പിക്കുന്ന മെലറ്റോണിൻ എന്ന ഹോർമോണാണ് ഉറക്കത്തെ നിയന്ത്രിക്കുന്നത്. ഇതിന്റെ അളവ് കുറയുമ്പോഴാണ് ഉറക്കക്കുറവ് അനുഭവപ്പെടുന്നത്. ഗുണങ്ങൾ: സ്വാഭാവിക ഉറക്കം. മയക്കുമരുന്നുകൾ പോലെ അഡിക്ഷൻ ശീലമായി മാറലുണ്ടാക്കാതെ സ്വാഭാവികമായ ഉറക്കം നൽകാൻ സഹായിക്കുന്നു. വേഗത്തിലുള്ള ഫലം. നാവിനടിയിൽ സ്പ്രേ ചെയ്യുന്ന രീതി ഓറൽ സ്പ്രേ ആയതിനാൽ ഗുളികകളെക്കാൾ വേഗത്തിൽ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. ഉറക്കത്തിന്റെ സമയം ക്രമീകരിക്കുന്നു. കൃത്യസമയത്ത് ഉറങ്ങാനും ഉണരാനുമുള്ള ശരീരത്തിന്റെ ബയോക്ലോക്ക് സർക്കേഡിയൻ റിതം ശരിയാക്കുന്നു. രാവിലെ അസ്വസ്ഥതയുണ്ടാക്കുന്നില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ക്ഷീണമോ തലവേദനയോ ഉണ്ടാക്കില്ല. എങ്ങനെയെല്ലാം കഴിക്കണം? ഉപയോഗിക്കണം. ഉപയോഗിക്കുന്ന രീതി: രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് 20 മുതൽ 30 വരെ മിനിറ്റ് മുമ്പ് 3 സ്പ്രേ നാവിനടിയിലേക്ക് അണ്ടർ ദ ടങ് ചെയ്യുക. ശ്രദ്ധിക്കാൻ: സ്പ്രേ ചെയ്ത ശേഷം പെട്ടെന്ന് വെള്ളം കുടിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യരുത്. 2. ഉറക്കത്തിനും ഹൃദയാരോഗ്യത്തിനും കൂട്ടായി ഉപയോഗിക്കാവുന്ന മറ്റ് വെസ്റ്റീജ് ഉൽപ്പന്നങ്ങൾ. മുകളിൽ പറഞ്ഞ രോഗങ്ങൾ ഉള്ളവർക്ക് വെസ്റ്റീജിൽ നിന്ന് പൊതുവെ നിർദ്ദേശിക്കാറുള്ള മറ്റ് ചില ഉൽപ്പന്നങ്ങൾ താഴെ പറയുന്നവയാണ്. എന്നാൽ നിലവിലെ മരുന്നുകൾക്കൊപ്പം ഇവ കഴിക്കാമോ എന്ന് ഡോക്ടറോട് ഉറപ്പുവരുത്തണം. വെസ്റ്റീജ് ഫ്ലാക്സ് ഓയിൽ omega-3, omega-6 ഫാറ്റി ആസിഡുകൾ അടങ്ങിയിരിക്കുന്നു. കൊളസ്ട്രോൾ കുറയ്ക്കാനും BP നിയന്ത്രിക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും. വെസ്റ്റീജ് L-അർജിനൈൻ രക്തയോട്ടം മെച്ചപ്പെടുത്താനും ഹൃദയത്തിലെ രക്തക്കുഴലുകളുടെ ആരോഗ്യം നിലനിർത്താനും സഹായിക്കുന്നു. ECG വേരിയേഷൻ ഉള്ളവർ ഡോക്ടറുടെ അനുമതിയോടെ മാത്രം ഉപയോഗിക്കുക. വെസ്റ്റീജ് അയുസാന്തെ പ്രോകാർഡ് ഗ്ലൂക്കോ ഹെൽത്ത് ആയുർവേദ ചേരുവകൾ അടങ്ങിയതാണ്. രക്തത്തിലെ പൾസ്, ഷുഗർ, കൊളസ്ട്രോൾ എന്നിവ നിയന്ത്രിക്കാൻ സഹായിക്കാറുണ്ട്. സുപ്രധാന മുന്നറിയിപ്പ്: നിങ്ങളുടെ ECGയിൽ വ്യതിയാനമുള്ളതിനാലും ECG വേരിയേഷൻ, പ്രഷർ, ഷുഗർ മരുന്നുകൾ കഴിക്കുന്നതിനാലും മെലറ്റോണിൻ സ്പ്രേ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിന് മുൻപ് ഡോക്ടറെ കാണിച്ച് കുപ്പിയിലുള്ള ചേരുവകൾ, ഇൻഗ്രീഡിയൻസ് കാണിക്കുക. ഷുഗർ, BP, കൊളസ്ട്രോൾ, ഹൃദയ സംബന്ധമായ വ്യതിയാനങ്ങൾ, ECG വേരിയേഷൻ എന്നിവയ്ക്ക് മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഏതൊരു സപ്ലിമെന്റും കഴിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ ഉപദേശം തേടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മരുന്നുകളുമായി സപ്ലിമെന്റുകൾ പ്രതിപ്രവർത്തിക്കാൻ ഡ്രഗ് ഇന്ററാക്ഷൻ സാധ്യതയുള്ളതിനാലാണിത്. ഉറക്കം മെച്ചപ്പെടുത്താനുള്ള 7 ലളിതമായ വഴികൾ. പ്രമേഹവും ഡയബറ്റീസ്, രക്തസമ്മർദ്ദവും ഉറക്കവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഉറക്കം കുറയുമ്പോൾ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോൺ കൂടുകയും ഇത് ഷുഗറും BPയും വീണ്ടും ഉയർത്തുകയും ചെയ്യും. ഈ ചക്രം ഒഴിവാക്കാൻ മരുന്നുകളില്ലാതെ ജീവിതശൈലിയിൽ വരുത്താവുന്ന ചില മാറ്റങ്ങൾ താഴെ പറയുന്നവയാണ്. 1. കൃത്യമായ ഉറക്ക സമയം സ്ലീപ്പ് സ്കെഡ്യൂൾ. ദിവസവും ഒരേ സമയത്ത് ഉറങ്ങാനും രാവിലെ ഒരേ സമയത്ത് ഉണരാനും ശീലിക്കുക. അവധി ദിവസങ്ങളിൽ പോലും ഈ സമയക്രമം മാറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത് ശരീരത്തിന്റെ സ്വാഭാവിക ഉറക്കചക്രത്തെ സർക്കേഡിയൻ റിതം കൃത്യമായി നിലനിർത്തും. 2. ഭക്ഷണ സമയവും ക്രമീകരണവും. നേരത്തെ കഴിക്കുക. ഉറങ്ങുന്നതിന് കുറഞ്ഞത് 2 മുതൽ 3 വരെ മണിക്കൂർ മുമ്പെങ്കിലും അത്താഴം കഴിക്കുക. കനത്ത ഭക്ഷണം ഒഴിവാക്കുക. രാത്രിയിൽ എണ്ണമയമുള്ളതും അമിതമായി വയർ നിറയ്ക്കുന്നതുമായ ഭക്ഷണങ്ങളും മധുര പലഹാരങ്ങളും ഒഴിവാക്കുക. ഇത് രാത്രിയിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിൽ പെട്ടെന്ന് വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നത് തടയും. 3. കഫീൻ ഉപയോഗം നിയന്ത്രിക്കുക. ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ചായ, കാപ്പി, കഫീൻ അടങ്ങിയ മറ്റ് പാനീയങ്ങൾ എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുക. കഫീന്റെ പ്രഭാവം ശരീരത്തിൽ 6 മുതൽ 8 മണിക്കൂർ വരെ നിലനിൽക്കും. 4. ബ്ലൂ ലൈറ്റ് ഒഴിവാക്കുക. ഡിജിറ്റൽ ഡീറ്റോക്സ്. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും മൊബൈൽ ഫോൺ, TV, ലാപ്ടോപ്പ് എന്നിവ മാറ്റിവെക്കുക. ഡിജിറ്റൽ സ്ക്രീനുകളിൽ നിന്നുള്ള നീല വെളിച്ചം, ബ്ലൂ ലൈറ്റ് ഉറക്കത്തിന് സഹായിക്കുന്ന മെലറ്റോണിൻ ഹോർമോണിന്റെ ഉൽപാദനം തടസ്സപ്പെടുത്തും. 5. കിടപ്പറയുടെ അന്തരീക്ഷം. കിടപ്പുമുറി ഇരുണ്ടതും ശബ്ദകോലാഹലങ്ങളില്ലാത്തതും മിതമായ തണുപ്പുള്ളതുമായി സൂക്ഷിക്കുക. കിടപ്പുമുറി ഉറങ്ങാൻ മാത്രം ഉപയോഗിക്കുക. ഫോൺ ഉപയോഗിക്കാനോ ജോലി ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കാതിരിക്കുക. 6. വൈകുന്നേരങ്ങളിലെ ലഘുവ്യായാമം. വൈകുന്നേരങ്ങളിൽ 20 മുതൽ 30 വരെ മിനിറ്റ് ക്രമമായി നടക്കുന്നത് രക്തത്തിലെ ഷുഗർ കുറയ്ക്കാനും BP 0യിലേക്ക് കൊണ്ടുവരാനും സഹായിക്കും. ശ്രദ്ധിക്കുക: ഉറങ്ങുന്നതിന് തൊട്ടുമുമ്പ് കഠിനമായ വ്യായാമങ്ങൾ ചെയ്യരുത്. 7. റിലാക്സേഷൻ വിദ്യകൾ. റിലാക്സേഷൻ ടെക്നിക്സ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ 5 മുതൽ 10 വരെ മിനിറ്റ് ദീർഘശ്വാസം എടുക്കുക. ഡീപ് ബ്രീതിംഗ് അല്ലെങ്കിൽ ശാന്തമായ സംഗീതം കേൾക്കുക.
ഇത് നാഡീവ്യൂഹത്തെ ശാന്തമാക്കുകയും രക്തസമ്മർദ്ദം പെട്ടെന്ന് കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അമിതമായ കുറട്ടിവലി, ഉറക്കത്തിനിടയിൽ പെട്ടെന്ന് ശ്വാസം മുട്ടി ഞെട്ടിയുണരുക എന്നീ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് സ്ലീപ്പ് ആപ്നിയ ആകാൻ സാധ്യതയുണ്ട്. ഇത് രക്തസമ്മർദ്ദം ഉയർത്തുന്ന പ്രധാന കാരണമായതിനാൽ ഡോക്ടറെ കണ്ട് പരിശോധിക്കേണ്ടതാണ്.